വനിതാരത്നങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങളുടെ റോൾ എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ എൻ്റെ വൈഫാണ് പാർട്ടിസിപ്പേറ്റ്. വൈഫിനെ കൊണ്ട് ഹസ്ബൻഡ് വന്നിരിക്കുകയാണ്, കിരീടവും കൊണ്ടേ പോകുള്ളൂ എന്നുള്ള വാശി. അങ്ങനൊന്നുമില്ല, കിട്ടിയാൽ സന്തോഷം, അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ഒരുപാട് റിസർവ് ടൈപ്പായിരുന്നു. പുള്ളിയാണ് കൂടുതൽ എൻകറേജ് ചെയ്ത് പാട്ട് പഠിപ്പിച്ചതും എല്ലാം പുള്ളിയാണ്. മഹാഭാഗ്യമാണ്. അങ്ങനെ പറയുന്ന ഭാര്യമാർ വളരെ കുറവാണ്. ക്രെഡിറ്റ് ഗോസ് ടു യു കേട്ടോ. മൈ നെയിം ഈസ് ആര്യ പത്മൻ. കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. Anything else that you would like to show us? ആയർശേരിയ അറിന്തിടാമലും അനിതന്തയ തിരുന്തിടാമലും നേയർ ഗോപിയ നെഞ്ചം കവർന്നിട മായവൻ കുഴലൂതുര. ഒരു കാട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു മാനിനെ കാണുന്നു. ഈ മാനിനെ പിടിക്കാൻ ചെല്ലുന്നു, മാൻ ഓടിപ്പോകും. ഒന്ന് കാണിക്കാവോ? ആ മരത്തിന്റെ പുറകിലുണ്ടല്ലേ, അതിന് കൊമ്പ് കാണാം. നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്ത് പോയിട്ടേ അപ്പുറത്ത് നോക്ക്. ഞാൻ ഇവിടെ നിന്ന് നോക്കാവേ. ഗുഡ് ഗുഡ് ഗുഡ്. ഇനി എനിക്ക് മറ്റേ എൻ്റെ കൂടി കാണണം, മാൻ വേട്ടക്കാരനെ കാണുന്നത് കൂടി വേണം. വിളിക്കുന്നു. We select you for the next round. എന്തൊക്കെയുണ്ട് സുലേഖ വിശേഷങ്ങൾ? എല്ലാം സുഖമായിട്ട് പോകുന്നു. ഇച്ചിരി നിമിഷ കവയിത്രിയാണ്. ഈ നിമിഷത്തെ കുറിച്ച് ഒരു കവിത ഇപ്പൊ എഴുതണം. ഇപ്പൊ എഴുതണ്ട, ചേർന്ന് കിടക്കൻ മക്കളെ, നിങ്ങൾക്ക് വേറെങ്ങ് കിട്ടും ഈ അമ്മതൻ സാന്ത്വനം. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളിരിക്കുമ്പോഴത്തേക്കും കുട്ടിയാമൻ കുട്ടിയാമൻ മനസ്സെങ്കിൽ നാം വിടും വിറ്റുവേദന ആരോട് ചൊല്ലുവാൻ, ചുറ്റിലും മറ്റു കുട്ടികൾ കൂട്ടുകാർ ചിട്ടയായി നയിക്കുന്ന ജീവിതം. എൻ്റെ പേര് ശ്രീകല, ഞാൻ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നു. എനിക്ക് യാതൊരു ഇൻഷുറൻസ് ഞാൻ ഇതുവരെ എടുത്തിട്ടേ ഇല്ല. എന്താണ് ഇൻഷുറൻസ് എന്ന് പോലും എനിക്കറിയില്ല, എന്തിനാണ് ഇൻഷുറൻസ് എന്ന് അറിയില്ല. സോ എന്നെ ഒന്ന് ക്യാൻവാസ് ചെയ്തതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. സാറിന് ഏതെങ്കിലും ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല. അപ്പം ജീവിതത്തിൽ യാതൊരു ഇൻഷുറൻസും ഇല്ലാത്ത ഒരാൾ ജീവിതത്തിൽ പരാജയമേ ഞാൻ പറയത്തുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സാർ കുടുംബത്തിന് വേണ്ടിയായിട്ടാണ് കഷ്ടപ്പെടുന്നത്. ഇതുവരെ ഞാൻ സാർ ജീവിച്ചിരിക്കുന്ന വേസ്റ്റ് ആയിരുന്നു പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. അല്ല, കാരണം വേറൊന്നും അല്ല, ഒരു പോളിസി എങ്കിലും എടുത്തിട്ടിരുന്നില്ലെങ്കിൽ പിന്നെ അതൊരു വേസ്റ്റ് തന്നെയാണ്. ഇപ്പൊ ഒരു കാറ് മേടിച്ചിട്ടില്ലെങ്കിൽ ജീവിതം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ് വെക്കുന്നതിന് പറയാന്ന് പറയാം. കാറ് മേടിച്ചിട്ടില്ലെങ്കിൽ സാറിന് ജീവിതം വേസ്റ്റ്. മിക്സി മേടിച്ചിട്ടില്ല, അയ്യോ സാറിന് ജീവിതം വേസ്റ്റ്. എല്ലാവരും പിന്നെ നമ്മള് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ജീവിക്കുക. അല്ലെങ്കിൽ പഴയ നൂറ്റാണ്ടിലും കണക്ക് നമുക്ക് ജീവിച്ചാൽ മതി. ഈ പാന്റ് ഷർട്ട് വന്നിട്ടൊന്നും ജീവിക്കണ്ടായിരുന്നല്ലോ. എൻ്റെ പേര് രജനി, ഹൗസ് വൈഫാണ്. അങ്കമാലിയിലുള്ള അമ്മാവന് എന്റെ പ്രധാനമന്ത്രിയാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരാന്ന് പറഞ്ഞു. അങ്കമാലിയിലുള്ള ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ദേഹിക്കണം, അവൻ പറയാണ് അങ്കമാലിയിലെ അമ്മാവൻ ഈ ഹോട്ടലിന്റെ ഉടമയാണോ? നിന്റെ ഹോട്ടലാണോ ഈ കണ്ടു? ഞാൻ ചോദിച്ചു. അപ്പൊ അവനെ എന്നെ എടീന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ അവനെന്നെ അടിക്കാൻ വന്നപ്പോ ഈ കൊട വെച്ച് അവന്റെ വയറ്റിന് ഒറ്റ കുത്തു വെച്ചു കൊടുത്തു. അപ്പൊ അവൻ എന്നെ വേറെ എടുത്ത് പിടിക്കാൻ വന്നു. അപ്പൊ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് തറയിലിട്ട് ഒറ്റ അടി വെച്ചു കൊടുത്തു. പിന്നെ വേറെ എടുത്ത് എന്നെ പിടിക്കാൻ വന്നു. രജനി, നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. പേര് സലീന സുബർ. ഞാൻ DPIയിൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിലെ റിസർച്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്യണം. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിങ്ങൾ മാത്രം വരും. ഇനി അടുത്തത് ഡാൻസ് കുറച്ച്. മാരേജിന് മുന്നേ ആണോ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? പഠിച്ചത് മാരേജിന് മുന്നേ. അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ, അണിവൈര കമ്മലിട്ട പെണ്ണേ, ആടിവാ ഉന്തോടിവാ ആടുമ. അത്രയൊക്കെ ഉള്ളു. എന്നാലും ജഡ്ജസ് ഒരു ഡാൻസ് കളിക്കാമോ, ഒരു പാട്ട് പാടാൻ വെച്ച് ആൻറ്റി ആദ്യം പറ്റും. ആര് കുത്തിയിട്ട് എനിക്കറിയാവുന്ന ഒരു ഡാൻസ് ഞാനും കളിക്കും. എൻ്റെ പേര് വസന്തകുമാരി. ഞാൻ ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് അമൃത TV
അവതരിപ്പിക്കുന്നത്. സ്ത്രീ ജന്മം തന്നെ പുണ്യ ജന്മമാണ്. കാരണം സ്ത്രീകൾക്ക് ഉള്ള കഴിവ് ഭൂമിയിൽ ആർക്കും ഇല്ല. എത്ര സാറ്റലൈറ്റ് വന്നാലും അത് ശരിയാവില്ല. കാരണം അമ്മയാകാനുള്ള ഒരു കഴിവ്, കുട്ടികളെ വളർത്താനുള്ള ഒരു കഴിവ്, വാത്സല്യം, സ്നേഹവായ്പ്, സ്നേഹത്തിൻ്റെ ഒരു നീരുറവ് പറ്റാത്ത ഉറവിടമാണ് പെണ്ണിൻ്റെ മനസ്സ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ശാലിനി, ഞാൻ തിരുമലയിൽ നിന്ന് വരുന്നു. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? ആ കേൾക്കുന്നില്ല, അല്പം കൂടി പറയൂ, ഉച്ചത്തിൽ പറയണേ. ആ, എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ ഗീത, എവിടെ നിന്ന് വിളിക്കുന്നു? കേരളത്തിലെ അത്യാവശ്യം ടി വി കാണുന്ന ആർക്കും ബയാട്ടായിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ? ഇതൊന്ന് പാട്ട് പാടി പറയാമോ? പാട്ട് പാടാൻ അറിയണമെന്നില്ല. പാട്ട് പാടാൻ അറിയില്ല. ആ, അത് വേണ്ട, ഇതൊന്ന് പാട്ടായിട്ട് പറയാം. ഹലോ, ആരാ? என்ன விடமாட்டே, நீ என்ன இங்க இருந்து எங்கேயும் போக விடமாட்டே. இன்னைக்கு துர்காஷ்டமி, உன்னை கொன்னு உன் ரத்தத்தை കുടിച്ച്. എന്റെ അമ്മോ, എന്റെ കൂട്ടത്തിൽ ഒരു നാഗവല്ലി ഉണ്ടെന്ന് അറിഞ്ഞില്ല. എന്റെ പേര് ജ്യോതി. ആഴക്കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. ജ്യോതി, ഡാൻസ് ചെറിയ ആരു പറഞ്ഞു, ആരു പറഞ്ഞു, ഞാൻ കണ്ട ദുരാക്കനവാണെന്നാരു പറഞ്ഞു. ഇപ്പൊ ഡാൻസ് ചെയ്തില്ലേ? എന്താണ് ആ പാട്ട്? ആരു പറഞ്ഞു? ആര് പറഞ്ഞു? ഡാൻസ് ചെയ്യാതെ വേറെ ആളോട് ഡയലോഗ് പറയുന്ന പോലെ പറയാവോ? ആരു പറഞ്ഞു? ആരു പറഞ്ഞു? ഞാൻ കണ്ടത് രാക്കനവാണെന്ന് ആര് പറഞ്ഞു? ഭയങ്കര ദുഃഖമാണ് ഈ ആര് പറഞ്ഞു എന്നുള്ളതിന്റെ. ഭയങ്കര സങ്കടമാണ്, സങ്കടം സഹിക്കാൻ വയ്യ. ഓക്കെ, ഒന്ന് പറഞ്ഞോളാം. ആര് പറഞ്ഞു? ഞാൻ കണ്ടത് രാക്കനവാണെന്ന് ആര് പറഞ്ഞു? 7 നിറം കൊണ്ട് എഴുതിയതല്ല മഴവില്ലാണെന്ന് ആര് പറഞ്ഞു? സർട്ടിഫിക്കറ്റ്